ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് അരുണാചലിലെ സേപ്പ പോണ റൂട്ടിലാണ്ട. അപ്പോൾ ഇതാണ് നമ്മൾ പോണ റൂട്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വന്ന റൂട്ടാണ് ഈ കാണുന്നത്. ഇതുണ്ടല്ലേ, ഈ റൂട്ട് ഇങ്ങനെ കയറിയാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിലൊരു ടണലുണ്ട് കേട്ടോ. ആ ഒരു ടണൽ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആ റൂട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ആസാം അതുവഴി നമുക്ക് ഇറ്റാനഗറൊക്കെ പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഉള്ള ഏരിയയിൽ കൂടെയാണ് പോണത്. ഈ റൂട്ട് കുറച്ച് ദൂരം കൂടുതലാണ് കേട്ടോ, കറങ്ങി പോകണം. ഇതുപോലെ തന്നെ വീട് കാര്യങ്ങളൊക്കെ കുറവാണ്. അതുപോലെ തന്നെ വണ്ടി കാര്യങ്ങളൊക്കെ പോകണം വളരെ കുറവാണെന്നാണ് കേട്ടേക്കണത്. അപ്പോൾ ഈ റൂട്ട് നല്ലൊരു അഡ്വഞ്ചർ ആയിരിക്കും, അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയായിരിക്കും എന്നാണ് കേട്ടത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഈ റൂട്ട് തന്നെ ചൂസ് ചെയ്തത് അതുകൊണ്ട് മാത്രമേ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യാം. അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാർ ടൂറിസ്റ്റുകളെല്ലാം പോണത് ഈ അടിയിൽ കൂടെ കേട്ടോ. ഇപ്പോൾ സെപ്പയിലേക്ക് പോകണ വഴിക്ക് ഒരു കിടിലം വ്യൂ ആണ് കേട്ടോ. ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇത് നോക്കിയേ, ഇതാണ് മക്കളെ കാഴ്ച കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വന്ന റൂട്ടാണ് കേട്ടോ. ഈ കാണുന്ന വണ്ടികൾ പോകണ കണ്ടില്ലേ, ഇത് ശരിക്കും ഇവർ തവാങ്ങിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ ഈ റൂട്ട് തന്നെയാണ് നമ്മൾ വന്നത് കേട്ടോ. അതുപോലെ ഇവിടെ തിരിച്ചു പോണ വണ്ടികൾ കാണുന്നുണ്ട്. ആ വണ്ടികൾ നേരെ നമ്മൾ നേരത്തെ കണ്ടില്ലേ, ആ ഒരു ടണൽ റൂട്ടിലേക്കാണ് പോണത്. അത് ശരിക്കും ബാലിപ്പൂങ്, ആസാം, തേസ്പൂരി അങ്ങാട് പോണ റൂട്ടാണ്. ഇത് തവാങ്, ഡിറാങ് അങ്ങാടുള്ള സ്ഥലങ്ങളിലേക്ക് പോണ റൂട്ടാണ്. അത് മാറ്റി പിടിച്ചാണ് നമ്മൾ സെപ്പയിലേക്ക് പോകണത് കേട്ടോ. ശരിക്കും നമുക്ക് ഈ റൂട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ഞാൻ കറങ്ങി പോകാമെന്ന് വെച്ചിട്ടാ. ഇത് കുറച്ച് അഡ്വഞ്ചറാണ്. അതുപോലെ കാണാൻ നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പം നമ്മുടെ സൈക്കിൾ ഇവിടെ ഉണ്ട്. ഇങ്ങനെ കയറി വേണം കേട്ടോ പോകാൻ. അതുപോലെ തന്നെ അവിടെ ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ കോടയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ പോണ റൂട്ട്. നോക്കിയേ, അടിപൊളിയല്ലേ. ഇവിടെ വലിയ തിരക്കോ അതുപോലെ തന്നെ ഒരുപാട് വണ്ടികൾ വന്ന റൂട്ടല്ല. ഭയങ്കര പീസ്ഫുള്ളാണ്. നിങ്ങൾ ബൈക്കിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പോകാട്ടോ. നല്ല രീതിയിൽ ആ റൈഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ റൂട്ടാണ്. അതുപോലെ ഒരുപാട് നേരം നമ്മളിങ്ങനെ സൈക്കിൾ വെച്ചിട്ടോ, ഒരു വണ്ടി പോലും വന്നില്ല. നമ്മളെ പോണ റൂട്ടാണ്ടാ. ഇപ്പം അത്യാവശ്യം നമുക്ക് കുറച്ച് ഇറക്കവും കാര്യങ്ങളും കിട്ടി. എന്ത് ഭംഗിയാണല്ലോ ഈ ഒരു റൂട്ട് കാണാൻ വേണ്ടി. എൻ്റെ മോനെ, നിങ്ങൾ ആരെങ്കിലും ഈ ഒരു റൂട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. നല്ല കിട്ടില്ല റൂട്ട് കേട്ടോ. ഇതെന്താ പറയുക, ഒരു ഫോറസ്റ്റ് റൂട്ടാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നുണ്ട് നമ്മൾ പോകണമെങ്കിൽ മിക്കവാറും ഇതിനെ കാണാൻ പറ്റുമെന്ന് തോന്നട്ടോ. അപ്പോൾ എനിക്ക് ചാൻസ് ഉണ്ടെന്ന് തോന്നണത്, അറിയില്ല. ചില വഴിയരികിൽ എവിടെയെങ്കിലും ഉണ്ടാവട്ടെ. ഇത് കാട്ടുപോത്തിനൊക്കെ എന്തായാലും സ്പോട്ട് ചെയ്യും മിക്കവാറും നമ്മൾ. അവിടെ മേലിൽ നിന്ന് ഇങ്ങനെ കോട വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് കോട ഇങ്ങനെ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇപ്പം ഇനി മിക്കവാറും എനിക്ക് തോന്നുന്നു കോട ഇങ്ങനെ കൊണ്ട് മറയുമെന്ന് തോന്നുന്നുണ്ട്. നോക്കിയേ, ഫുള്ളിങ്ങനെ പടർന്നുകൊണ്ടിരിക്കണേ കേട്ടോ. നല്ല തണുപ്പുണ്ട് മക്കളെ. യാത്ര ചെയ്യണ റൂട്ട് പോയിക്കോ കേട്ടാ. ഫുള്ളിങ്ങനെ കുതിരകൾ മാത്രമേ ഉള്ളൂ. ഇതുണ്ടല്ലോ, പുറകിലും ഉണ്ട് കേട്ടോ ഒരുപാട്. അതുപോലെ തന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിലൊക്കെ ഉണ്ട് ഇങ്ങനെ മൂക്കി കയറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുതിര തന്നെയല്ലേ ഇത്? കുതിരയാണോ കഴുതാണത്? ഇവിടെ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് റോഡിന്റെ പണി എന്തോ നടക്കാണ്ട് തോന്നുന്നത്. കണ്ടില്ലേ, ടാറിങ്ങിന്റെ സംഭവം ഉണ്ടോ ഈ കാണുന്നത്? കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ടാർ ചെയ്തിട്ടിരിക്കണ കേട്ടാ. ഇത് BRO ഒന്നുമല്ല, ഇത് PWDയുടെ എന്തോ ആണെന്ന് തോന്നുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനി കോൺട്രാക്ട് എടുത്ത് ചെയ്യണേക്കോട്ടെ ഈ കാണുന്നത്. ഇവിടെ പലയിടത്തും റോഡ് കാര്യങ്ങളൊക്കെ പണിയണത് പുറത്തുള്ള കമ്പനികളൊക്കെ ഉണ്ടോ. രാജസ്ഥാൻ, ഞാൻ കൂടുതൽ കണ്ടേക്കണത് രാജസ്ഥാനിലാണ് കണ്ടേക്കണത്. പിന്നെ അതുപോലെ തന്നെ രാജസ്ഥാനുണ്ട്, ആസാം ഉണ്ട്, അങ്ങനെ കുറേ കമ്പനികൾ കണ്ടിട്ടുണ്ട്. നമ്മൾ മണിപ്പൂരിൽ വെച്ച് ഒരുപാട് രാജസ്ഥാനിലെ കമ്പനികൾ കണ്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ മിസോറാമിലുണ്ട്, ഹൈദരാബാദ്, തെലങ്കാന ഭാഗത്തേക്കുള്ള കമ്പനികളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട്. നല്ല രീതിയിൽ കോഡ് ഇങ്ങനെ വന്നിട്ടിരിക്കുന്ന കേട്ടാ. എനിക്ക് തോന്നുന്നു ഇനി മിക്കവാറും കുറച്ച് നേരം കഴിയുമ്പോൾ ഫുള്ള് കോഡ് കൊണ്ട് മൂടും എന്നാണ് തോന്നുന്നത്. നമ്മൾ മൂന്നാറൊക്കെ വന്നൊരു ഫീൽ കേട്ടാ. നമ്മളങ്ങനെ അവസാനം ഒരു വില്ലേജ് എത്തിയിട്ടാ. ഈ ഒരു വില്ലേജിൻ്റെ പേര് കുപ്പി എന്നാണ്. ഈ ഒരു വില്ലേജിൻ്റെ പേര് കണ്ടില്ലേ, ഇതാണ് വില്ലേജ്. ഒരുപാട് വീടുകളൊന്നുമില്ല കേട്ടോ, കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെയൊക്കെ കൃഷി ഉണ്ട് കേട്ടോ. മേളിൽ കാണുന്ന കൃഷിയിടങ്ങളൊക്കെയാണ്. അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, നല്ല രീതിയിൽ കോട വന്നുകൊണ്ട് തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ 1, 2, 3 വീടൊക്കെ ഉള്ളൂ കേട്ടോ. ഇവിടെ എന്തോ വീടിൻ്റെ പണി നടന്നിരിക്കുന്നതാണ്. അതുപോലെ കടകൾ കാര്യങ്ങൾ അങ്ങനെ കണ്ടില്ല കേട്ടോ. ഇപ്പം ഈ ഒരു ഏരിയയിൽ ചെറിയ വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒന്നും ആരെയും കാണാനില്ല കേട്ടോ. എല്ലാവരും കൃഷിപ്പാടത്തേക്ക് പോയിക്കണേക്കുള്ളൂ. കാരണം ലോക്കൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ വീട്. പിന്നെ അതുപോലെ ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് കുതിരകളുണ്ട് കേട്ടോ. നിങ്ങൾ വന്ന വഴിക്ക് ഒരുപാട് കണ്ടിട്ടുണ്ടാവും.
ഒരു കിലോമീറ്റർ കൊണ്ട് പോയി കഴിഞ്ഞാൽ ശരിക്കും കുപ്പി എന്ന് പറഞ്ഞ വില്ലേജ് എനിക്ക് തോന്നുന്നുണ്ട് അതന്നെ ഈ കാണുന്നതാണ് കുപ്പി എന്ന് പറഞ്ഞ വില്ലേജ് ആയിട്ട് ശരിക്കും അതിൻ്റെ ഭാഗം തന്നെയാണ് നമ്മൾ ഈ പുറകിൽ കണ്ടത്. പിന്നെ അതേ അത് നോക്കിയേ കോട ഇങ്ങനെ വന്നിട്ടിരിക്കണ കേട്ടാ ശരിക്കും മോനെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ ചെടികളൊക്കെ കാണാൻ തന്നെ അല്ലാത്ത ഭംഗിയാട്ടാ. നമ്മളിപ്പോൾ അങ്ങനെ ആൾക്കാരെയൊന്നും കാണൂല, കാരണം എല്ലാവരും ഇപ്പം പണിക്ക് പോയേക്കണേ കേട്ടോ. 1-2 ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഇവരുടെ കൃഷിപ്പാടമൊക്കെ എല്ലാം അടിയിലും മേളിലൊക്കെ ആയിട്ടാണ് വന്നത്. ഇത് കണ്ടില്ലേ, ഈ കാണുന്നതൊക്കെ കൃഷിയാണ്. പക്ഷെ ഇവിടെയൊന്നും ഇപ്പോൾ ആരെയും കാണല കേട്ടോ. ഉച്ചയുകൊണ്ട് ആൾക്കാർ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കണേന്ന് തോന്നുന്നു. ഇവിടെ ഒരു വീട് ഇങ്ങനെ തേച്ചൊക്കെ വെച്ചിരുന്നു കേട്ടോ. അത്യാവശ്യം ഇറക്കമുണ്ട്. എത്ര ദൂരം ഇറക്കം കിട്ടുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഈ റൂട്ടൊക്കെ നിങ്ങൾ ആരെയും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല അടിപൊളി റൂട്ട് എക്സ്പീരിയൻസ് ആട്ടെ എനിക്ക്. ഇവിടെ വന്നോയ്ക്ക് കുറച്ച് വീടുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സൈക്കിൾ ഇവിടെ ഉണ്ട്. ഇവിടെ ടോയ്ലറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നല്ലതായാൽ മതിയായിരുന്നു. കുഴപ്പമില്ല കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ. എന്നാലും നമ്മളെ യാത്ര ചെയ്തെല്ലാം സ്വാഭാവികമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് അങ്ങാടേക്ക് എന്തോ റൂട്ട് കാണിക്കണ്ട കേട്ടോ. ഞാനിപ്പോൾ അതേ ബാത്റൂമൊക്കെ യൂസ് ചെയ്ത് ഇറങ്ങിയുള്ളൂ. അവിടെ നിന്ന് എന്തോ റൂട്ട് ഉണ്ട്. അത് എങ്ങോട്ടേക്കാണെന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. ഇവിടെയൊന്നും ഒറ്റ മനുഷ്യരില്ല, വീട്ടുകാരൊന്നും ഇല്ല കേട്ടോ. നമ്മളിത് അത്യാവശ്യം വന്നുകൊണ്ട് ഇവിടെ കയറി യൂസ് ചെയ്തതാണ് ഈ ഒരു ബാത്റൂമിൽ. ഇപ്പം നല്ല രീതിയിൽ തണുപ്പ് ഫീൽ ചെയ്യണ്ട ഇപ്പം. കാരണം കാലാവസ്ഥ ഇങ്ങനെ മാറിയും പറഞ്ഞിട്ടിരിക്കണം കേട്ടോ. ഇടയ്ക്ക് വെയിൽ വരും, ഇടയ്ക്ക് ഇങ്ങനെ കാറ്റ് വീഴുമ്പോൾ നല്ല തണുപ്പുണ്ടാവും. വീടൊക്കെ ഉണ്ട്, ഒരുപാട് നല്ല രീതിയിൽ പഴക്കമുള്ള വീടുകളാണ് കേട്ടോ. അതിൻ്റെ അടിയിൽ ഇങ്ങനെ താങ്ങി നിർത്തിയേക്കണം, നോക്കി കോൺക്രീറ്റ് ചെയ്ത് ഭയങ്കര സ്ട്രോങ്ങിലായിക്കോട്ടെ വെച്ചേക്കണം. അല്ലെങ്കിൽ എപ്പോഴും ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴേണ്ടതാണ്. അത്യാവശ്യം വണ്ടികൾ പോകണ്ട കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. ഇപ്പം എന്തായാലും നമുക്കും പയ്യെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയേ, അടിപൊളിയല്ലേ. ഇവിടെ ഒരു കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അവിടെ സാധനങ്ങളൊന്നും ഇല്ല കഴിക്കാൻ പറ്റിയത്. ഇപ്പം ഞാൻ ആലോചിക്കണം അവരെന്തിനാ പിന്നെ തുറന്ന് വെച്ചേക്കണേൻ്റെ. ഒരു ചായ കുടിക്കാമെന്ന് വെച്ചാൽ ചായയൊന്നുമില്ല. പിന്നെ ഇപ്പോൾ പോണ കയ്യിലൊന്നും കടകളൊന്നും ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ചെറിയ വില്ലേജ് വരുമ്പോൾ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ട്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പിന്നെ ഈ ഒരു ചെടികളൊക്കെ കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ് കേട്ടോ. ഈ കാറ്റത്ത് ഇങ്ങനെ കാണുമ്പോൾ ഇത് നോക്കിയേ, കോട ഇങ്ങനെ മേളിലേക്ക് നോക്കിയേ, അടിപൊളിയല്ലേ. തണുപ്പുണ്ട് കേട്ടോ നല്ല രീതിയിൽ. ഇനിയിപ്പോൾ കുറേ ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു വില്ലേജ് എത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ചെറിയ കയറ്റമുണ്ട് കേട്ടോ. നമ്മൾ സൈക്കിൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കാണ്ട്. അപ്പോൾ അതുകൊണ്ട് ചവിട്ടാനുള്ള തള്ളി തന്നെയാണ് നമ്മൾ കയറ്റാനായിട്ട്. കാരണം ഇനി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെട്ടു കേട്ടോ. അപ്പോൾ ആ ഒരു പേടിയുള്ളതുകൊണ്ടാണ് നമ്മൾ ചവിട്ടി അങ്ങനെ പോകാത്തത്. ചവിട്ടി പോകുന്നേ ഉള്ളൂ, പക്ഷേ പണി കിട്ടിക്കഴിഞ്ഞാൽ പെട്ടു കേട്ടോ. അപ്പോൾ അതാണ് അവസ്ഥകൾ. ഉണ്ടല്ലേ, ഇവിടെയും നല്ല രീതിയിൽ കോടി ഇങ്ങനെ മേളിലേക്ക് കയറിപ്പോണ്ട് കേട്ടോ. എനിക്ക് ഈ കാണുന്നതാണ് കേട്ടോ കാട്ടുപോത്ത്. നോക്കണുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് സാധനം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസാണ് ഇത്. പിന്നെ അത് അതിൻ്റെ കുഞ്ഞാണെന്ന് തോന്നണം പോണത്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങാട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പോണ റൂട്ടിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇതിനെ കണ്ടത്. സൈക്കിളേ നല്ല പണിയുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. വന്ന് കുത്തുകയെന്ന് അറിയില്ല അല്ലേ. നമ്മളെ കുറച്ച് സൈഡ് ഗ്യാപ്പ് ഇട്ടാണ് പോണത്. ചെറിയൊരു ഗ്രാമം കേട്ടോ. ഇവിടത്തെ വീട് കണ്ടില്ലേ, ഇങ്ങനെ മരങ്ങൾ വെച്ചുണ്ടാക്കിയ വീടുകളാണ്. നല്ല അടിപൊളിയാണ് ഈ റൂട്ടിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി. പോണ റൂട്ടിലൊക്കെ പലയിടത്തും ചെറിയ രീതിയിൽ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുകി പോകണ്ട കേട്ടോ. മലയെന്ന് പറഞ്ഞ വെള്ളമാണ്. ഇത് തന്നെയാണ് ഇവർ കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ. ഫുള്ളും മരം വെച്ചുണ്ടാക്കിയ വീടുകളാണ്, ചെറിയ ചെറിയ വീടുകളൊക്കെ ഉള്ളൂ കേട്ടോ. ഈ റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോഴല്ല എനിക്ക് തോന്നുന്നത് നമ്മൾ മിസോറാമിലൂടെ യാത്ര ചെയ്ത ഒരു ഫീലില്ലേ, ആ ഒരു ഫീല് കിട്ടാണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഫീല് കിട്ടാണ്ട്. ശരിക്കും അത് അത്യാവശ്യം നല്ല കയറ്റവും ഇറക്കമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലത്തെ ഒരു ഫീലിങ്സാണ് ഈ റൂട്ടിലൂടെ കിട്ടുന്നത്. ഇവിടെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇപ്പോൾ കാണിച്ച വീടുകളില്ലേ, അതേപോലെ ഉള്ളൂ കേട്ടോ. അവിടെ അറ്റത്തൊരു വില്ലേജ് പോലെ കാണുന്നുണ്ട്, കുറച്ച് ടൗൺ ഏരിയ പോലത്തെ ഒരു സംഭവം കാണുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് അത് ഏതായിരിക്കും, ഇല്ല സെപ്പ് എല്ലാം ആയിക്കോട്ടെ. സെപ്പ് ഇവിടെ നിന്ന് ഒരുപാട് കിലോമീറ്റർ ഉണ്ട്, 40-50 എത്ര കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ സെപ്പ് ആയിരിക്കില്ല. കുറേ നേരങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഒരു വണ്ടി പോകുന്നത് കണ്ടില്ലേ. അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയാണ്ട് വന്നത്. ആ കാണുന്ന ഇത് കാണല്ലേ, അവിടെ നിന്നാണ് ഇറങ്ങി വന്നത്. അവിടെ ഒരു ഗ്രാമമുണ്ട് കേട്ടോ. കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ. നമ്മളെ ഇപ്പം ചെറിയൊരു ഗ്രാമം എത്തി കേട്ടോ. ചെറിയൊരു ഗ്രാമമല്ല, ഒരു വലിയൊരു ഗ്രാമം തന്നെയാണ്. ഇതൊരു ചെറിയൊരു ടൗൺ എന്നും കൂടെ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ അതിവിടെ കുറേ പിള്ളേരുണ്ട്. പണ്ട് ഹായ് ബായ് ബായ്.
ഹായ് ഭയ്യ. ഇതാണ്ട് ഗ്രാമം. ഇത് ഞാൻ പറഞ്ഞില്ലേ, ചെറിയൊരു ടൗൺ എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് വീടുകളും പിന്നെ അതെനിക്ക് തോന്നുന്നത് എന്തോ സ്കൂളൊക്കെയാണെന്ന് തോന്നിട്ടാ കാണാം. എവിടെയൊക്കെ എന്തോ പിന്നെ ഒരു ചർച്ച ഉണ്ട് മേളിൽ. അതെൻ്റെ ഒരു സ്കൂൾ എന്തോ വേണ്ടാ. ഈ റൂട്ടാണ് നമ്മൾ ഇറ്റാനഗർ പോണത്. അവിടെ ബോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ടല്ലേ. പിന്നെ തേസ്പൂര് ലെഫ്റ്റിലേക്ക്, പിന്നെ ഇവിടെ ഏതോ ഗ്രാമബന്ധമുണ്ട് കേട്ടോ. അങ്ങാടേക്ക് പോണ റൂട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു കടയിൽ ചായ കുടിക്കാൻ വേണ്ടി കയറിയണ്ട. അപ്പോൾ ഇവിടെ ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ചായ വന്നിട്ട് നമ്മളാ ഇപ്പം അവിടെ നിന്ന് പാനിപ്പൂരി കഴിച്ച് പിന്നെ അതുപോലെ തന്നെ ചായ കുടിച്ചിട്ട് ഇപ്പം ഇറങ്ങിയല്ലോ കേട്ടാ. വേറെ ഒന്നും കഴിക്കാൻ കിട്ടിയില്ല. അപ്പോൾ ഇതാണ് നമ്മൾ പോണ റൂട്ടൊക്കെ കേട്ടോ. പാനിപ്പൂരിക്ക് നല്ല എരിവുണ്ട്. അതിലെന്തോ നല്ല മസാല ചേർത്തിട്ടുണ്ട് അവർ. കുറച്ച് ഇറക്കം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇറങ്ങി പോണേട്ടാ. നമ്മളെ പോണ റൂട്ടാണ്ടേ കാണുന്നത്. ഇനി ബനാന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഏകദേശം 8 കിലോമീറ്ററും കൂടെ ഉള്ളൂ. നല്ല തണുപ്പ് ഫീൽ ചെയ്യണ്ട ഇപ്പം. അടിപൊളി റൂട്ടല്ലേ. ഇങ്ങനെ പറഞ്ഞൊക്കെയാണ് പോണത് റൂട്ട്. നമ്മുടെ സൈക്കിൾ ഇവിടെ ഉണ്ട്. ഹായ് ഹായ് ഭയ്യ. ഹായ് ഭയ്യ, കേസിയോ? അപ്പം ഇന്ന് ഇവിടെയാണ് താമസം കേട്ടോ. ഹായ് ബായ്. നമ്മളെ ഇന്ന് താമസിക്കുന്ന ഇവിടെ ഒരു വീട്ടിലാണ്ട. അപ്പം ഇവൻ്റെ വീടിൻ്റെ അകത്ത് ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവം क्या है? अच्छा, ये तो मिथुन है ना? ये मिथुन है? ये मिथुन का है ना? ये तो अच्छा, ये अच्छा यार ഇത് മാൻ്റെ ഉണ്ട്. ഇത് ये तो ओरिजिनल है ना भैया? अच्छा, ये तो ट्रॉफी वगैरह आपका है ना ये? अच्छा, ये दिल्ली का है. दिल्ली का है. ये तो आपको यूनिफॉर्म अपना है ये. मतलब ये आपका ये लोकल है ना? हमको ऐसे यूनिफॉर्म. अच्छा, लोकल ड्रेस है ना ये? अच्छा, ट्रॉफीज बहुत मिलेगा ना आपको. अब वॉलीबॉल प्लेयर है आप? नहीं, हम तो सब कुछ में है पहले. अच्छा, अभी बड़ा हो गया तो नहीं. ओ ये भी ओरिजिनल है ना भैया? ഒരു തണുപ്പുകാലത്ത് ഇങ്ങനെ വീട് लोकल का. कौन सा है? ये वाला मिथुन. अच्छा, ये इसको मिथुन बोलते हैं. मिथुन है ना? हाँ. अच्छा, മിഥുൻ കായനാ? मिथुन का है. രണ്ടാളുടെ വീടിൻ്റെ ഉള്ളിൽ ഇവിടെ കുറേ വിറകുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തീ കൊള്ളാൻ വേണ്ടി കേട്ടാ. और यहाँ भी देख सकते हैं लोकल हम कैसे पिसने वाला. अच्छा, ये चावल वगैरह. मोटाई ये इसे करके हम लोग पिसते हैं ना. इसका नीचे में चावल. हाँ, ऐसे करके. अच्छा, ऐसे करके पाउडर है ना? पाउडर. हाँ, पाउडर निकल जाता है. और इसमें बिछाने के लिए ये होता है. अच्छा, ये अच्छा ये है ना? हाँ. अच्छा, ये इसमें ऐसे बिछाता है. इसके ऊपर में इसको रखता है. पहले जमाना था ये लोग. अच्छा, ओ इसका ऊपर करके. इसका ऊपर में रखता है ऐसे. अच्छा, ओ इसके बाद पाउडर आएगा ना? इसके बाद ऐसे होता है. ओ अच्छा है. डाल വീടിൻ്റെ ഉള്ളിൽ. तो होगा आपका साथ में खींचा भी हाँ, होगा. ये ना इसमें लोड वगैरह. हाँ. इसमें कितने, इसका अंदर कितना बारी लगेगा भैया? यहाँ में कितना बारी तक? 15 kg तक. 15 kg तक. अच्छा, 15 kg तो इसमें भी, इसमें तो ये भी छोटा है ना? ये छोटा है.
अच्छा ये थोड़ा बड़ा है, इसे 20-25 केजी का 50 का भी है। 50 का भी है ना, ठीक है भैया। इनका है ये क्या है? ये जो है तीर है, अच्छा अच्छा, ओ शिकारी मारने वाला तीर है ये ना। अच्छा अच्छा अच्छा, हम मिलांटा। ये तीर है और ये जो दाव है, ये क्या है? अच्छा दाव है। और ये जो यहाँ भूगने वाला सामान, भूगने वाला ये ऐसे भूगता है ना हम लोग यहाँ में, ऐसे अच्छा ऐसे भूगता है। ओ तो हम अपना विलेज का साथ में ये सब पूरा भूगता है, अच्छा, मतलब वो ट्रेडिशन ये ट्रेडिशनल के साथ। अच्छा, जंगल जाने के टाइम है ना? जंगल जाते वक्त तो कोई ट्रेडिशनल जरूरी नहीं है। अच्छा अच्छा और अच्छा फेस्टिवल वगैरह जो भी होने से ना, अच्छा तो इसको भुगता है। अच्छा, ये किसका है भैया? ये जो अभी आपने फोटो खींचा ना, मिथुन का? मेरे इस्तर वाला, अच्छा अच्छा, इसका ये चमड़ा है, मांडे दाव भुगने के लिए लगता है। ये तो ओरिजिनल है ना भैया? ओरिजिनल वाला है ये। ഇത് മാൻ്റെ ഒറിജിനൽ ഇതാണ്ടാ തോലി, തോലല്ല ഇതിൻ്റെ അത് രോമുണ്ടാ. ഓ इसमें तो ये है ना, अभी तो नहीं है ना इसका ना, अंदर? अभी नहीं है, ऐसे रखा है हम, अच्छा दिखाने के लिए रखा है। ओ बढ़िया है. ये भी तो चाकू है ना? हाँ, ये भी दाव है छोटा वाला। अच्छा तो नहीं पिंडा है, थोड़ा सा आपको नंबर फुल नहीं है। अच्छा, ये है ना आपका ट्रेडिशनल ड्रेस है ना? अच्छा, ट्रेडिशनल है अपना आका का ट्रेडिशनल है। ये तो आका ट्राइब का ट्रेडिशन है टाइप ना? अच्छा, ये तो लड़का का है पूरा? हाँ, लड़का का अच्छा, है ये। ये माला मतलब ये क्या? ये माला जो अलग अलग क्वालिटी का होता है। अच्छा, इसका दाम कुछ है इसको मतलब? हाँ, उसका दाम है, कीमत है बहुत कुछ। अच्छा, कितना आएगा लगेगा? ये आपको 25 lakhs तो एक ही माला का है? एक ही माला का। 20 lakhs? हाँ, अच्छा, ये तो मतलब आपका 30 lakhs का भी है। अच्छा अच्छा ऐसे क्वालिटी अलग अलग होता है। अच्छा 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 अच्छा, ये कितना पहले का है? ये कितना ये? ये बहुत पहले का है, पुराना है ये लोग। ये मतलब आपका पापा वगैरह हाँ, कुछ? मेरा पिताजी का समय का है। अच्छा अच्छा, ओ